പത്തനംതിട്ടയിൽ ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ രണ്ടുപേർ പിടിയിൽ. കൊക്കാത്തോട് സ്വദേശി അനിൽകുമാർ, മാവേലിക്കര സ്വദേശി രാജേഷ് നാഥ് എന്നിവരാണ് പിടിയിലായത്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചെയ്തു. ഷിജോ, സ്വയം തൊഴിൽ സംരംഭമായി അവർ തന്നെ കരുതിയത് ലോൺ തട്ടിപ്പായിരുന്നു. എന്താണ് വിവരങ്ങൾ? ആരെയാണ് തട്ടിച്ചത്? എത്ര രൂപയാണ് തട്ടിയത്? സുഹൈൽ, പത്തനംതിട്ട കൊക്കാത്തോട് സ്വദേശി 52 വയസ്സുകാരനായിട്ടുള്ള അനിൽകുമാർ തന്റെ പേരിൽ അച്ചൂസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി ലോൺ തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ വിശ്വസിപ്പിക്കുകയും ഇവരിൽ നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള തുക വാങ്ങി അവരെ തട്ടിപ്പ് നടത്തുകയുമാണ് ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 2 പ്രതികൾ പിടിയിലായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊക്കാത്തോട് സ്വദേശി 52 വയസ്സുള്ള അനിൽകുമാർ, മാവേലിക്കര സ്വദേശി രാജേഷ് നാഥ് 47 വയസ്സുകാരൻ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് നിരവധി ആളുകളിൽ നിന്ന് ഇവർ തട്ടിയെടുത്തത്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഈ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. ഏതായാലും പ്രതികളെ പോലീസ് പിടികൂടി. പത്തനംതിട്ട പോലീസാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സുഹൈൽ, സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ലോണിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്നതായിരുന്നു ഇരുവരുടെയും തൊഴിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിലാണ് ഇപ്പോൾ ലോൺ ആപ്പ് തട്ടിപ്പിലാണ്, അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നത്. ഷിജോ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 പേർക്ക് പിടിയിൽ. CPIM പ്രവർത്തകരായ മിഥുൻ ലാൽ, രൂപേഷ് എന്നിവരെയാണ് വടകര പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായ മിഥുൻ ലാൽ മണിയൂർ മന്നത്തുകാവ് UP സ്കൂൾ അധ്യാപകനാണ്. കഴിഞ്ഞ 27 പുലർച്ചെ 2:30യോടെയാണ് KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മിഥുൻ ബാലന്റെ വടകരയിലെ തോടന്നൂരിലെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. 2 പേരാണ് വീടിന് നേരെ ആക്രമണം നടത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. വീടിന്റെ മുന്നിലെത്തിയ ഇവർ കൈവശമുണ്ടായിരുന്ന ബോംബ് വീടിന് നേരെ എറിയുകയായിരുന്നു. ആക്രമണത്തിൽ വീടിന്റെ മുൻഭാഗത്ത് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അക്രമം നടക്കുമ്പോൾ മിഥുന്റെ പിതാവ് ബാലനും അമ്മ തങ്കമണിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് കിടപ്പുമുറിയിൽ നിന്നും മറ്റൊരു മുറിയിൽ മാറിക്കിടന്നതിനാലാണ് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. CPIM പ്രവർത്തകരായ മിഥുൻ ലാലിനെയും രൂപേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മിഥുൻ ലാൽ CPM തിരുവള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI മേഖലാ കമ്മിറ്റി അംഗവും മണിയൂർ മന്നത്തുകാവ് UP സ്കൂൾ അധ്യാപകനുമാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.